ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു സ്ഥലം വരെ പോവാണ്. അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. നേരെ ഫുഡ് കഴിക്കാനിരുന്നു. രാവിലെ നല്ല അടിപൊളിയായിട്ടുള്ള ദോശയും ചട്നിയും ഗ്രീൻ പീസിൻ്റെ മസാലയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പക്ഷെ നല്ല ഫുഡൊക്കെ ആകുമ്പോൾ ഇങ്ങനെ സാവധാനം ഇരുന്ന് കഴിക്കണമല്ലോ. എനിക്കതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി ലാഗ് അടുപ്പിച്ചു. കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ഒടുക്കത്തെ മഴയും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ചടപ്പും. അപ്പോൾ കരുതി ഇന്ന് പോകണ്ടാന്ന്. പിന്നെ കുറേ ദിവസമായി ഞങ്ങൾ ഇന്ന് പോവാം നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീട്ടുകയാണ്. അപ്പോൾ മഴ ഇത്തിരി ചോർന്നപ്പം വേഗം ഇന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പോയതെന്ന് വെച്ചാൽ 1ാം ക്ലാസ് മുതലേയുള്ള കമ്പനിക്കാർ ഒന്നങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വീട്. പക്ഷേ ഞങ്ങൾ ഈ കോളേജിലും ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ട് കുറേ ആയി ഞങ്ങൾ എല്ലാവരും കൂടെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട്. അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും പോവാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വണ്ടി പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറേ വെയിറ്റ് ചെയ്ത ഓട്ടോ വല്ലതും കിട്ടും, പക്ഷെ ഞങ്ങൾ അതുവരെ ഒന്നും കാത്തു നിന്നില്ല. ഞങ്ങൾ വേഗം നടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തായിരുന്നു. പിന്നെ അവിടെ എത്താൻ നേരത്തെ എന്തോ ഭാഗ്യത്തിന് മഴയൊക്കെ ചോർന്നു കേട്ടോ. പിന്നെ നടക്കാൻ മടിയാണെങ്കിലും എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അത്ര വലിയ ദൂരമായിട്ടൊന്നും തോന്നൂലല്ലോ. പിന്നെ നമ്മൾ പോയത് കക്കട്ടിലുള്ള മാളാണ്, നെസ്റ്റോയിൽ. കക്കട്ടിൽ ഇത്രയും നല്ല മാളൊക്കെ വന്നിട്ട് ഞങ്ങൾ എന്തിനാണ് വേറെ സ്ഥലത്തൊക്കെ പോകുന്നത് എന്ന് വെച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഒരാളും കൂടി വരാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതുവരെ സൂപ്പർ മാർക്കറ്റൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് എല്ലാ സാധനത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളാണ് ആദ്യം തന്നെ നോക്കുന്നത് കേട്ടോ. സാധനങ്ങളൊന്നും മേടിക്കൊന്നും ഇല്ലെങ്കിൽ എല്ലാതിൻ്റെയും വില അറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. താഴെ വന്നപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത ആളും കൂടി എത്തി. അമ്മുവിനെയാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ മുകളിലേക്ക് പോയി. എന്നിട്ട് ആ ഗെയിമിൻ്റെ സ്ഥലവും എല്ലാതും ഒന്ന് ചുറ്റി കറങ്ങുന്നുണ്ട്. ഞങ്ങൾ കുറേ ആയിട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ട് ആ ഒരു വിഷമം ഞങ്ങൾ അന്നങ്ങ് തീർത്തു. പിന്നെ മാൾ വന്നാലും നമ്മൾ അങ്ങനെയാണ്, എല്ലാ സ്ഥലത്തൊന്നും പോയി നോക്കണം. പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഓടിയത്. ഇപ്പം നല്ല ക്ലൈമറ്റാണ്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കാലാവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ നേരെ അതിൻ്റെ മുകളിലോട്ട് പോയിട്ടോ. ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്നത് തൊട്ടിട്ട് ഞങ്ങൾ വീടെത്തുന്നത് വരെ വൈകുന്നേരമായിട്ടുണ്ട് വീടെത്താൻ. അതുവരെ മഴ പെയ്തില്ല കേട്ടോ. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് നല്ല ലൈറ്റും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. കരയോ എന്നുള്ളത് കാണിക്കാത്. അങ്ങനെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ താഴോട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ആദ്യം ഞങ്ങൾ അവിൽ മിൽക്ക് പറഞ്ഞു, അത് കുടിക്കുകയാണ്. ഞാൻ നോർമലാണ് പറഞ്ഞത്, കാരണം എനിക്ക് മധുരം അങ്ങനെ അങ്ങോട്ട് പോകില്ല. പിന്നെ നോർമലാണെങ്കിൽ ഞാനത് മൊത്തം കഴിക്കും. പിന്നെ സാധാരണ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കലാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരും ഉണ്ടല്ലോ, എന്തെങ്കിലും ഇവിടുന്ന് കാര്യമായിട്ട് കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പിന്നെ മിറർ ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആണ്, അതുകൊണ്ട് തന്നെ അത് കണ്ടാൽ വിടൂല ആരും. നല്ല ഷെയ്ഡാണ്. അങ്ങനെ അടുത്ത കലാപരിപാടിയിലേക്ക് കിടക്കുകയാണ്. ബ്രോസ്റ്റേഡ് മേടിച്ചു, അത് കഴിക്കുകയാണ്. പക്ഷെ എന്തോ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് മയോണൈസ് കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ച് കിട്ടുമെന്ന്, പക്ഷെ അവർ ചിലതിൻ്റെ കൂടെയും തോന്നുള്ളൂ അങ്ങനെ കൊടുക്കും. അത് നോക്കണം, ഞങ്ങളാണെങ്കിൽ നോക്കിയുമില്ല. അവരെന്താ ഇങ്ങനെ തരുന്നതെന്ന് അറിയില്ല. പക്ഷെ തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ ഞങ്ങളിത് കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരു പൊട്ടിക്കാത്ത മയോണൈസ് എടുത്തിട്ട് ഞങ്ങൾക്ക് തന്നു കേട്ടോ. അതിൽ ഞങ്ങൾ സംതൃപ്തരായി. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് മധുരം ഉള്ളതൊന്നും അങ്ങനെ പോകില്ല എന്ന്. പക്ഷേ ഈ വക ഐറ്റംസൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജർ കേട് വന്നു, ഫോൺ ചാർജ് കഴിഞ്ഞു. എന്നിട്ട് ആരൊക്കെയോ ചാർജർ മേടിച്ചിട്ട് ചാർജൊക്കെ ചെയ്തു കേട്ടോ. ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ റോഡ് കുണ്ടും കുഴികളൊന്നും ഇല്ലാത്ത റോഡായതുകൊണ്ട് തന്നെ ഓട്ടോക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ഓട്ടോ കിട്ടി വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ചേച്ചി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരേ തുണി കൊണ്ട് കുറേ എണ്ണം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം ചേച്ചീൻ്റെ കോളേജിൽ എന്തോ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവൾ എന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. ചിക്കൻ വരട്ടിയത്, ഉപ്പേരി, പപ്പടം, സാമ്പാർ, ചോറ്. അങ്ങനെ പിന്നെ രാവിലെ പോയിട്ട് 6 മണിയാകുമ്പോഴാണ് തിരിച്ച് ഞാൻ വീട്ടിലെത്തിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.